ആ വർക്ക് എന്താടാ? നാളെ പോവാം അല്ലേ? കുഴപ്പമില്ല, നല്ല വർക്കാണ്. അഡ്വാൻസ് തന്നായിരുന്നടാ? എടാ ഒരു 1000 രൂപ കേട്ടോ. ഗൂഗിൾ പേ ചെയ്താൽ ശരി. നാളെ രാവിലെ തന്നെ പോവാം. ശരിയടാ. പിന്നെ ഇല്ലടാ, അത് ഞാൻ പോയി കണ്ടായിരുന്നു. വേറൊരു വർക്ക് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ശരിയടാ. ഞാൻ പോയി നോക്കിയായിരുന്നടാ. അത് ഇവനല്ലേ? ഇന്നടാ രാത്രി പെണ്ണുങ്ങളൊക്കെ ഉറക്കത്തില്ലടാ. ഇന്നടാ ഫോൺ ചെയ്യുന്നത് എൻ്റെ പെണ്ണുമ്പിള്ള. എടാ ഒരു മിനിറ്റ് എന്ത് ചേട്ടാ? ചേട്ടൻ പ്രശ്നം എന്താണ്? ഇന്നടാ പെണ്ണുങ്ങളെ വീട്ടിൽ കിടത്തി ഉറക്കത്തില്ലേ? എന്റെ ചേട്ടൻ ആരാണ്? എനിക്ക് ചേട്ടനെ മനസ്സിലായില്ല. ചേട്ടൻ എന്താ ഈ പറയുന്നേ? നീ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ചേട്ടന്റെ ഉറക്കം ഞാൻ എങ്ങനെയാ കളയുന്നത്? ചേട്ടൻ എന്താ പ്രശ്നം? നീ എന്താ എന്നെ പൊട്ടനാക്കുവാണോ? ചേട്ടൻ എനിക്ക് അറിയില്ല ചേട്ടാ. ഒരു ദിവസമല്ലോ, കുറച്ച് നാളായല്ലോ തുടങ്ങിയിട്ടത്. ചേട്ടൻ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേട്ടൻ ഏതാണ്? ചേട്ടൻ എന്തിനാ എന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നേ? നിനക്കൊന്നും അറിയില്ല. ഒരുമാതിരി ഉടായ്പ പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടോ. നീ ചേട്ടൻ എന്തിനാ എന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നത്? ചേട്ടൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വ്യാപിട്ട് സംസാരിച്ചാൽ മതി. അല്ല എന്റെ മെക്കിട്ട് കയറാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടന് വല്ല മെന്റലാണ് ചേട്ടൻ എന്താ പ്രശ്നം? നീ എന്തിനാണ് എന്റെ പെണ്ണുമ്പിള്ളക്ക്? ചേട്ടന്റെ പെണ്ണുമ്പിള്ള ഏതാണ്? എനിക്കറിയാൻ പാടില്ല ചേട്ടന്റെ ചേട്ടനെ പോലും എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ്. ചേട്ടൻ എന്താ പറയുന്നേ? നിനക്കറിയത്തില്ലല്ലടാ. എനിക്ക് അറിയില്ല ചേട്ടാ. നീ എന്റെ പെണ്ണുമ്പിള്ള ചോദിക്കാറോ എന്നാ തുണിയാന്ന് ഇട്ടിരിക്കുന്നത്, എന്താ കഴിച്ചേ? ചേട്ടന്റെ പെണ്ണുമ്പിള്ള എടുക്ക്. ഞാൻ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കേട്ടോണ്ടാ ഇരിക്കുന്ന അവിടെ. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടൻ വേറെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചായിരിക്കും. ഞാനല്ല, എനിക്ക് അറിയാൻ പറ്റില്ല. ഒരു തെറ്റിദ്ധാരണയില്ല. എന്റെ മെക്കിട്ട് എന്തിനാ കയറുന്നത്? എന്റെ പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ, എന്റെ മൊബൈലിൽ ഫോട്ടോ എന്റെ മൊബൈൽ എടുക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചേട്ടനെ ബോധിപ്പിക്കുന്ന പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ ഉണ്ട്, എൽസിയുടെ ഫോട്ടോ ഉണ്ട്. ഒന്ന് പോയേട്ടാന്ന്. ചേട്ടന്റെ പെണ്ണുപിള്ളേനെ എനിക്ക് അറിയാൻ പോലും മേല. ചേട്ടൻ എന്തിനാ എന്റെ പാക്കറ്റ് കയറാൻ? ചേട്ടൻ വേറെ വല്ല എടുത്തും പോകും. ചേട്ടൻ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞോണ്ട് വരില്ലേ? ചിലപ്പോഴേ നീ പറയും ഐശ്വര്യ റായി, ചിലപ്പോ പറയും ക്ലിയോപാട്രയാണ്. ആര്? ഞാനാ? നീ ഒന്ന് പോയേട്ടാന്ന്. ചേട്ടൻ പറയുന്ന ആളെ എനിക്കറിയാൻ പാടില്ല. എന്നെ ഐശ്വര്യ റായി എന്നും പറഞ്ഞൊരു പെണ്ണുമ്പിള്ള വിളിക്കാറുണ്ട്. അത് ചേട്ടന്റെ പെണ്ണുമ്പിള്ള എന്നല്ല. ചേട്ടൻ പോയ പിന്നെ നീ കാരണം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് കാലമായി. ചേട്ടൻ പോയേട്ടാ. ചേട്ടൻ പോയി പെണ്ണുമ്പിള്ളേനെ വിളിച്ചോണ്ടോ? എനിക്കറിയാൻ പാടില്ല ചേട്ടന്റെ പെണ്ണുമ്പിള്ള ഏതാണ്. അറിയത്തില്ല. ചേട്ടൻ കൊണ്ടുവന്ന് കൂട്ടി നിർത്തിയിട്ട് ചോദിക്കും. എനിക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല. ചേട്ടനെ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഇതാ എനിക്ക് ചിന്ത. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ ചേട്ടൻ പറയുന്നത്? എനിക്ക് ചേട്ടന്റെ പെണ്ണുമ്പിള്ളേനൊന്നും അറിയില്ല. സത്യമായിട്ടും അറിയില്ല. എന്നെ ഇങ്ങോട്ടൊരു പെണ്ണുമ്പിള്ള ഐശ്വര്യ റായി എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിക്കുക. അത് ചേട്ടന്റെ പെണ്ണുമ്പിള്ളയൊന്നും അല്ല. ഒന്നാന്തര ഐശ്വര്യ റായി തന്നെ. ചേട്ടൻ വേണമെങ്കിൽ ഇതേ ഫോട്ടോ ഞാൻ കാണിച്ചില്ല. ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ. എന്റെ എൽസിയുടെ ഫോട്ടോ. ചേട്ടൻ എന്താണ് പറയണത്? ഇത് ഐശ്വര്യ റായിയുടെ ഫോട്ടോ അല്ല, ചേട്ടന്റെ പെണ്ണുമ്പിള്ളയെന്ന്. ഇതെന്റെ എൽസിയുടെ നമ്പറാ. എന്റെ ഐശ്വര്യ റായിയുടെ ഫോട്ടോ ആയിരിക്കും. എന്റെ എൽസിയുടെ നമ്പറാണ് ഇത്. നീ നമ്പറിലാ വിളിക്കുന്നത്, എനിക്കറിയാം. ഞാൻ ഇപ്പൊ വിളിക്കാം. എൽസി ഞാൻ ഇപ്പൊ വിളിക്കാം. ചേട്ടൻ വിളിക്കും. കാണാല്ലോ. വിളിക്കാം. ഹലോ എൽസി, നീ എവിടാ? നീ ഇങ്ങോട്ട് പനമ്പള്ളിയാറ് വാക്കുവേല് വേഗം വാ. അല്ലല്ല, ഒന്നിനുമല്ല, വേറൊരു കാര്യത്തിലാണ്. ശരിയാണോ? ഓക്കെ.
നീ പോലെ നീ ഇവിടെ ഇരിക്കും. ഇപ്പം അവള് വരും. എൽസി വന്നിട്ട് പോയാൽ മതി. എൽസി വന്നിട്ട് പോയാൽ മതി. ഇരിക്കുന്നു. നീ കാരണം ഉറങ്ങിയിട്ട് എത്ര നാളായി? ഒരു പണിക്ക് പോകാൻ പറ്റത്തില്ല. രാത്രി ആലത്തൂര് വിളി തന്നെ. അതേടാ എൻ്റെ പെണ്ണുപിള്ള കളവിയാടാ. അവളെ നീ ചെറുപ്പക്കാരിയാക്കാൻ നിൽക്കണ്ട. ഞാൻ ചേട്ടനൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടനോട് ഇരിക്കും. എന്തായാലും ആള് വരില്ല, കാണാല്ല. ചേട്ടനോട് കാണാം. അവള് എവിടെ പോയി കിടക്കുന്നു വിളിച്ചിട്ട്? നീ ചാറ്റ് ചെയ്യുന്ന ഷാരൂഖ് ഖാൻ എന്തായിരിക്കും? പിന്നെ നീ ആയിട്ട് രാത്രിയിൽ ചാറ്റ് ചെയ്യുന്ന ഷാരൂഖ് ഖാൻ. ഇതൊന്നും അല്ല ചേട്ടാ. ചേട്ടൻ എന്തായി പറയണ? ഇവരൊന്നും അല്ല എന്നെ വിളിക്കുന്നത്. നിങ്ങൾ എന്ത് വർത്താനോ പറയണത്? ഇത് ഷാറൂഖ് ഖാനാണോ? ഫോട്ടോയില് ഷാരൂഖ് ഖാന്റെ ഫോട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കുന്നല്ലേ? ഞാൻ ഒറിജിനൽ ഷാറൂഖ് ഖാനൊക്കെ സംസാരിക്കുന്നത്. ചേട്ടന് എന്താ ശരിക്കും പറഞ്ഞാൽ കാണാവുന്ന ആൾക്കാരെ ശരിക്കും കൊണ്ട് സംസാരിക്കണം. ഇതാണ് ചേട്ടാ ഐശ്വര്യ റായി. ചേട്ടൻ ഐശ്വര്യ റായിനെ കണ്ടിട്ടില്ലേ? ഈ ചേട്ടൻ എന്താ പറയണത്? അവരൊന്നും അല്ല. ഷാരൂഖ് ഖാന്റെ നമ്പറല്ലേ? ഇയാടാ ഷാരൂഖ് ഖാന്റെ നമ്പർ കിടക്കും. ആ അതെ, എന്റെ ഐശ്വര്യ റായി വിളിക്കുന്നുണ്ട്. എന്താ ഐശ്വര്യ റായി വിളിക്കുന്നുണ്ട്. ഷാരൂഖ് ഖാനെ എടുക്കടാ, ഫോൺ എടുക്കടാ. ഐശ്വര്യ റായിയാ വിളിക്കുന്നത്. അപ്പൊ താനാണ് ആ പെണ്ണുപിള്ള എന്നെ വിളിച്ചോണ്ടിരുന്നത്? താനാണോട് എന്നോട് ചോദിക്കുന്നത് എന്ത് കഴിച്ച് എന്ത് ഡ്രസ് ഇട്ടേക്കണം എന്നൊക്കെ? ഇതാണ് ഷാറൂഖ് ഖാൻ. മുതലിനോടല്ലോ ഞാൻ ചോദിച്ചത്, ഞാൻ ഐശ്വര്യ റായിനോട്. ഷാറൂഖ് ഖാനോട് സംസാരിച്ചോട് കാണിക്കളവൻ ഇവിടെ പോകുന്നു എനിക്കറിയില്ല. അയ്യോ, തന്നെക്കാരാ പ്രേമിക്കാൻ വന്നത്? തന്നെ ആര് പ്രേമിക്കാൻ വരും കളവാ? താൻ കൊണ്ടുപോകണോ? താൻ കൊണ്ടുപോ എന്റെ പെണ്ണുപിള്ള. എനിക്കറിയാൻ പാടില്ല. ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഇനിയിപ്പോ ഐശ്വര്യ റായും ഷാരൂഖ് ഖാനും പൊക്കോ, ബോംബെക്ക് കൊണ്ടുപോക്കോളൂ. ഷാരൂഖ് ഖാനും ഐശ്വര്യ റായും ഇവിടെ കേരളത്തിൽ പറഞ്ഞില്ല, കൊണ്ടുപോക്കും. ബോംബെക്ക് ഇവിടെ എന്തോ നടക്കണുണ്ട്. ഇവിടെ ഒന്നും നടക്കണം. ഇവിടെ എന്തോ നടക്കണുണ്ട്. ഷാരൂഖ് ഖാൻ ഐശ്വര്യ റായി എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ കഞ്ഞാ എന്നൊക്കെ പറയുന്നുണ്ടായില്ല. ഐശ്വര്യ റായി നിൽക്കുന്നത്, ഷാരൂഖ് ഖാൻ നിൽക്കുന്നത്. ഞാനൊന്ന് നോക്കട്ടെ ഇവരെ. ഞങ്ങളെ രണ്ടുപേരും ഒന്ന് പോയി ചേച്ചി. ഇവിടെ മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് ചേച്ചിയുടെ ഷാരൂഖ് ഖാൻ എന്ന് പറയുമ്പോ പിന്നെ സിനിമയിലെടുക്കുന്ന ആൾക്കാരല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വൈറ്റ് ഒരു ഗ്യാസാണ്. ചേച്ചിയുടെ ഗ്യാസ് ഇപ്പൊ മാറ്റത്തില്ല. ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഇപ്പൊ. ഇവിടെ ഷാരൂഖ് ഖാനും ഐശ്വര്യ റായും ഷാരൂഖ് ഖാനും തമ്മിലുള്ള പ്രശ്നം. എന്റെ ഉറക്കം പോയിട്ട് മാസങ്ങളായി. ഇതിപ്പോ കണ്ടുപിടിച്ചപ്പോഴാണ് നിങ്ങൾ ഗ്യാസുമായിട്ട് വരും. ഇത് എന്താ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ചേട്ടാ, ഞാൻ ഇവരെയൊന്നും അല്ല ചാറ്റ് ചെയ്ത്. ചേട്ടൻ കൊണ്ടുപോക്കോ അവരെ. എനിക്ക് വേണ്ട സഹോദര. എന്റെ തലയിൽ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് വേണ്ട. ഒന്ന് തെളിച്ച് പറയാനേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് സമാധാനം ഒന്നും പോതല്ലേ. ഓ, ഇത് അറിഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ല. ഇതാ സമാധാനം. ഓ, ഇപ്പോഴാണ് സമാധാനമായത്. ഓ, ചേട്ടനെ എവിടെ കൊണ്ടുപോകും? എനിക്ക് നേരമൊന്നുമില്ല. എന്റെ പാട്ടിന് പോകും. आप शाहरुख खान है ना, ये ऐश्वर्या राय लेके जाओ. ഓട